പ്രിയപ്പെട്ടവരെ, 10ാം ക്ലാസ്സിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ഫലം വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ളൊരു അങ്കലാപ്പാണ് അടുത്തതിനി എന്ത് പഠിക്കണം എന്നുള്ളത്. മാതാപിതാക്കൾക്ക് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് കുട്ടികളെ പഠിപ്പിക്കണമെന്നുള്ളതുപോലെ തന്നെ കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും വേണം. എങ്ങനെയാണ് കുട്ടികളുടെ അഭിരുചി കണ്ടെത്തുന്നത്? കുട്ടികളുടെ അഭിരുചി കണ്ടെത്തുന്നതിന് ശാസ്ത്രീയമായ ഒരുപാട് മാർഗങ്ങളുണ്ട്. അഭിരുചി പരീക്ഷകളിലൂടെ അവരുടെ കരിയർ ഇൻട്രസ്റ്റ് കണ്ടെത്താനുള്ള ശാസ്ത്രീയമായ മാർഗങ്ങളുണ്ട്. അതുവഴി കുട്ടികൾ അവരുടെ സ്വഭാവത്തിനും അവരുടെ ആഗ്രഹത്തിനും അനുസരിച്ചുള്ള ഏതൊക്കെ മേഖലകൾ കണ്ടെത്തണമെന്നുള്ളതിന് കൃത്യമായ മാർഗനിർദ്ദേശം ലഭിക്കും. വിദഗ്ധനായ ഒരു കരിയർ കോച്ചിൻ്റെയോ ഒരു ഗൈഡൻസ് നടത്തുന്ന ഒരാളുടെയോ അടുത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ എടുക്കുന്നതും വളരെ നല്ലതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള കോഴ്സുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും പോകുന്ന കോഴ്സുകളൊക്കെ തിരഞ്ഞെടുത്ത് പോയാൽ ഒരുപക്ഷെ അതിൽ ആ കുട്ടി വിജയിക്കണമെന്നില്ല. അവർ ആഗ്രഹിക്കുന്ന മേഖലയിൽ അവർക്ക് ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയിൽ അവരെത്തുമ്പോൾ അവരവരുടെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം നടക്കുകയും ആ മേഖലയിൽ ഏറ്റവും മികച്ചത് നൽകാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. അത് കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതിന് തന്നെ പ്രാധാന്യം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാവരും പോകുന്ന ഒരു കോഴ്സ് എന്നതുകൊണ്ടോ എല്ലാവരും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത് എന്ന രീതിയിലേക്ക് തിരിയുമ്പോൾ അത് ആഗ്രഹിക്കാതെ വന്നെത്തുന്ന ഒരാൾ അത് പഠിച്ചു തീരുന്നത് വരെയും അതിൽ ജോലി ചെയ്യുമ്പോഴുമൊക്കെ അത്ര സന്തോഷിക്കണമെന്നില്ല. ഒരു ജീവിതകാലത്ത് അവരാഗ്രഹിക്കുന്ന ആ ഒരു പാഷൻ എപ്പോഴുമുള്ള ഒരു ജോലി ചെയ്യാൻ സാധിക്കുന്നത് വളരെ മികച്ച ഒരു കാര്യമാണ്. അതിന് തയ്യാറാക്കാൻ ശാസ്ത്രീയമായ മാർഗങ്ങൾ തേടുകയും അതിന് കുട്ടികളോടൊപ്പം നിൽക്കാൻ മാതാപിതാക്കൾ തയ്യാറാവുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ച് പോകുന്നവരുടെ എണ്ണം കുറയ്ക്കാനും ഇഷ്ടമല്ലാത്ത കോഴ്സുകൾ അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത ജോലിയിൽ കുരുങ്ങിക്കിടക്കുന്നതിൽ നിന്ന് അവരെ രക്ഷിക്കാനും നമുക്ക് സാധിക്കും. നന്ദി, നമസ്കാരം.